രാജാക്കന്മാരിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാർക്കിടയിലെ രാജാവെന്നും വിശേഷിപ്പിക്കാറുണ്ട് രാജാ രവിവർമ്മയെ. അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ് ഇന്ന്. 118ാം ചരമവാർഷിക ദിനത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ രവിവർമ്മ മനോഹരമായി ആവിഷ്കരിച്ചു. ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് എന്ന ചിത്രത്തിന് നൃത്താവിഷ്കാരം ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ ചെറുതുരുത്തി കഥകളി സ്കൂൾ. പതിനൊന്ന് സ്ത്രീകൾ സംഗീതോപകരണങ്ങൾ പിടിച്ചിരിക്കുന്ന ചിത്രം. 1889 രാജാ രവിവർമ്മ വരച്ച ഈ ചിത്രത്തിന്റെ പേര് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ്. ഇന്ത്യ എന്ന ആശയം പോലെ നാനാത്വത്തിൽ ഏകത്വമാണ് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസിന്റെ കാതൽ. ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഓഡിയൻസിലേക്ക് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ഭംഗിയായിട്ട് ഇന്ത്യയിലെ എല്ലാ തരം ആർട്ട് ഫോമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസിലൂടെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കുന്നതിന് വേണ്ടി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ലൈറ്റിങ്ങിലൂടെ ഒരു വിഷ്വൽ സ്പെക്ടാക്കിൾ നമ്മൾ ഇവിടെ ഓഡിയൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കലാരൂപങ്ങളായ ക്ലാസിക്കലും ഫോക്കുമായിട്ടുള്ള നൃത്തരൂപങ്ങളും അതുപോലെ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയും കളരിപ്പയറ്റും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു ഡ്രാമാറ്റിക് രീതിയിലും ഒരു നൃത്ത സംഗീത പ്രാധാന്യത്തോടുകൂടി ഒരു നല്ല 1 മണിക്കൂർ നീളുന്ന ഒരു വർക്ക് ആണ് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം. കലാമണ്ഡലം സുജാതയും ഋതി സച്ദേവുമാണ് നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കെ സുമേഷ് സംവിധാനം നിർവഹിച്ചിരിക്കുന്ന നൃത്തശില്പത്തിന്റെ കോർഡിനേറ്റർ ചെറുതുരുത്തി കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണനാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഈ നൃത്താവിഷ്കാരത്തിന്റെ സംവിധായകൻ കെ സുമേഷ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു. സുമേഷ്, ഗുഡ് മോർണിംഗ്. ഒപ്പം അഭിനന്ദനങ്ങൾ, വളരെ മനോഹരമായിരിക്കുന്നു. ഇത്ര വലിയൊരു കലാസൃഷ്ടി ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് വളരെയധികം സന്തോഷം. അതെ, പറയൂ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഗുഡ് മോർണിംഗ്. ഏകദേശം 2013 ആ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ആശയം ഉണ്ടാവുന്നത്. അതിനുശേഷം 2016 ഈ ഫസ്റ്റ് ഒരു പ്രൊഡക്ഷന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങി. അങ്ങനെ അന്ന് മുതൽ തന്നെ അതിന്റെ ഒരു ഇനീഷ്യൽ വർക്കുകളും നടന്നു. ഈ ഒരു വർക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പ്രസന്റ് ഇതില് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മൂല്യത്തെ, ആ പെയിന്റിങ്ങിലുള്ള ഒരു മൂല്യത്തെ ആളുകളിലേക്ക്
കൂടുതൽ എത്തിക്കണം. അങ്ങനത്തെ ഒരു ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പല ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവരായിട്ടുള്ള കൊളാബറേഷനിലൂടെ ഇത്രയും വലിയൊരു വർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ഹോപ്പ്ഫുള്ളി ഞങ്ങൾ വിചാരിക്കുന്നു അത് അതിന്റെ ഏറ്റവും പീക്കില് എല്ലാ സ്റ്റേജുകളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് നല്ലൊരു ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ഒരു ചിത്രം അത് നൃത്താവിഷ്കാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ അതിന് കളക്ഷൻ കുറെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും. പ്രത്യേകിച്ചും രാജാ രവിവർമ്മയെ പോലെ മഹാന്റെ ചിത്രം അതിൽ ഒരു ഒട്ടും പിഴവ് സംഭവിച്ചു. അതാണ് പ്രധാനം. അത് ഏത് തരത്തിലും ബാധിക്കുന്ന കാര്യമായി ആ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് അതിജീവിച്ചത് വലിയൊരു എഫേർട്ടായിരിക്കും അത്. തീർച്ചയായും വലിയൊരു എഫേർട്ട് എടുക്കേണ്ടി വന്നു. അതിന്റെ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുവാനും അതിന്റെ അവരെ ഏത് സ്പേസ് എന്നുള്ള ആളുകളായി ശരിക്കും രവിവർമ്മയുടെ ഒരു വലിയൊരു ജേണിയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പെയിന്റിങ് പല തരത്തിലും അതിനൊരു ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള നമ്മളെ രാജ്യത്തിന്റെ അതേപോലെ തന്നെ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേക്ക് മുന്നെയാണ് ശരിക്കും ഈ പിക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ചിലപ്പോ ദേശീയതയ്ക്കും അപ്പുറത്ത് ഒരു വേറൊരു മാനം കൂടി ഇതിന് ഉണ്ടായിരിക്കാം. അതുപോലെ ഇതിന് ഇപ്പൊ നമ്മള് സൊസൈറ്റിയിലുള്ള ജെൻഡർ ഇഷ്യൂസ് അത്തരം കാര്യങ്ങളിലെല്ലാം ഇതിനൊരു വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് ശരിക്കും എല്ലാ ആളുകളിലേക്കും എത്തേണ്ട ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയാണ് ശരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ താങ്കളെ പോലെ ഒരാളെ ഞങ്ങൾക്ക് ഇങ്ങനെ ലൈവായി കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങളൊന്ന് ഇടപെടുകയാണ്. എല്ലാവിധ ആശംസകളും ആ നൃത്താവിഷ്കാരത്തിനും അതിൽ അഭിനയിച്ചവർക്കും എല്ലാവർക്കും താങ്കൾക്കും ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. നന്ദി സുമേഷ്.